കറിക്കാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് വറുത്തെടുത്ത സവാളയാണ്. ഒരു 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു 3 സവാള വറുത്തെടുത്തിട്ട് ആ സവാള കൂടി ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. പാൻ ചൂടായതിന് ശേഷം വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് 3 സവാള നമുക്ക് വറുത്തെടുക്കാം. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഒരു പ്രധാന ചേരുവ വറുത്തെടുക്കുന്ന സവാളയാണ്. വറുത്തെടുത്ത സവാള കൂടി ചിക്കനിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. സവാള വറുത്തെടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്താൽ സവാള നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. സവാള വറുക്കുമ്പോൾ ഉപ്പിന് പകരം 1 നുള്ളു പഞ്ചസാര ചേർത്ത് വറുത്താൽ സവാളയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. സവാള വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സവാള നല്ല ബ്രൗൺ കളറായി വരുന്നതിന് മുന്നേ കോരി മാറ്റണം. കോരി മാറ്റിയതിന് ശേഷം ഇരുന്ന് കുറച്ചും കൂടെ കളർ ബ്രൗൺ ആയി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ കോരിയെടുക്കണം. ഇനി ചിക്കൻ മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം തന്നെ മതി. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ വരെ ആകാം, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ സാജീരകം. സാജീരകം ബിരിയാണിക്ക് ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. 1/4 ടീസ്പൂൺ ഗ്രാമ്പു, 6-7 ഗ്രാമ്പു, 6-7 ഏലയ്ക്ക, പീസ് പട്ട, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ബേ ലീഫ് 2ആയിട്ട് കീറിയങ്ങിടാം, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ചെറിയ പിടി മല്ലിയില അരിഞ്ഞത്, 1 ചെറിയ പിടി പുതിനയില അരിഞ്ഞത്, കുറച്ച് രമ്പയില അരിഞ്ഞത്. പുതിനയിലയും രമ്പയിലയും മല്ലിയിലയും 3ഉം കൂടി 1 പിടി മതി. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പിടുമ്പോൾ എപ്പോഴും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടണം. 1/4 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് കൂടി ചേർക്കണം. 1/4 കപ്പ് സവാള വറുത്തെടുത്ത എണ്ണ കൂടി ചേർക്കണം. സവാള വറുത്തെടുത്ത എണ്ണ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലേവറും കിട്ടും ബിരിയാണിക്ക്. വറുത്തെടുത്ത 3 സവാള കൂടി ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഈ നെയ്യ് ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. തൈരും സവാള വറുത്തെടുത്ത ഓയിലും നെയ്യ് എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെക്കണം.
ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. നമുക്കിനിയിപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചിരുന്നാലും മതി. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ബസുമതി അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. 1/2 കിലോ അരി കഴുകി കുതിർത്ത് വെച്ചതാണ്. 1/2 കിലോ അരി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ അതിന് ഇടാനുള്ള സ്പൈസസ് എല്ലാം ഇടാം. 1 പീസ് കറുകപ്പട്ട, 3-4 ഗ്രാമ്പു, 5 ഏലക്കായ്, 1/2 ടീസ്പൂൺ സാജീരകം, സവാള വറുത്തെടുത്ത എണ്ണ, 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർക്കണം. അപ്പോൾ ആ ചോറിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും. ചോറ് വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് വെള്ളം നല്ലതായിട്ട് ചൂടായി തുടങ്ങി. ഇനി അരി ഇട്ട് കൊടുക്കാം. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് ലോങ് റൈസ് ആണ് ഏറ്റവും നല്ലത്. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ അരിക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത്. ബിരിയാണിക്ക് ഉപ്പ് കുറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയും. ഉപ്പ് ആ ഒരു കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടായിരിക്കണം. അരി കറക്റ്റ് പരുവത്തിന് വെന്ത് ഒരു 75% അരി വെന്താലും മതി. ബാക്കി ഇതിനകത്ത് ദം ചെയ്യുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. അരി കോരിയിടുമ്പോൾ കുറച്ച് വെള്ളത്തോടെ തന്നെ അങ്ങ് കോരിയിടണം. ഇനി അതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ കുറച്ച് മാത്രം മതി. കുറച്ച് പുതിനയില, കുറച്ച് രമ്പയില, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ ഒഴിക്കാം. കുറച്ച് വറുത്ത സവാള അതിൻ്റെ മുകളിൽ കൂടി ഇടാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ് ലെയറായിട്ട് അടുത്ത ചോറ് കൂടി ഇടാം. കിസ്മിസും നട്ട്സും വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. 1/4 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് കിസ്മിസ് ഇടാം. കിസ്മിസും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണിക്ക് കിസ്മിസും നട്ട്സും വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. 1/2 കപ്പ് പാലിൽ 1 നുള്ള് കുങ്കുമപ്പൂ കലക്കി വെച്ചിരുന്നതാണ്. അതിൻ്റെ കളർ നല്ല പിങ്ക് കളർ അതിന് കിട്ടും ബിരിയാണിക്ക്. അതുകൂടി ചേർക്കണം. കുറച്ച് വറുത്ത സവാള കൂടി മുകളിലിടാം. 1 ടേബിൾ സ്പൂൺ ചോറ് വേവിച്ച വെള്ളം കൂടി ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാം. ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് കറക്റ്റ് കവർ ചെയ്ത് വയ്ക്കാം. എയർ വെളിയിൽ പോകാതിരിക്കാനായിട്ട് ഈ ഹോളിൽ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വയ്ക്കണം. എനിക്കിപ്പോൾ ഒരു മുളകാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. 10 മിനിറ്റ് വലിയ ഫ്ലെയിമിൽ വെച്ചും 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചോറും ചിക്കനും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
അടുത്ത എപ്പിസോഡിൽ